ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ വന്നിട്ട് പുലാവാണ്. വീട്ടിൽ അമ്മയിലൊക്കെ ആയിരുന്നു ഞാനാണ് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമുക്ക് പുലാവിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 4-5 പട്ട, പിന്നെ ഒരു 5 ഏലക്ക, ഒരു 10 കുരുമുളക്, പിന്നെ ഒരു 5 ഗ്രാമ്പു, പിന്നെ വെജിറ്റബിൾസ് വന്നിട്ട് ക്യാരറ്റും ബീൻസും പിന്നെ ഗ്രീൻ പീസസാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 5-6 ഗ്രീൻ ചില്ലിയും പിന്നെ മല്ലിത്തലയാണ് ഉള്ളത്. പിന്നെ ഓണിയൻ വന്നിട്ട് ഒരു 4-5 ഓണിയൻ ഞാൻ ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലാണ് വേണ്ടത്. ആദ്യം നമ്മൾ സ്റ്റൗവിലേക്ക് കുക്കർ എടുത്ത് വെക്കണം. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്ത് ഒഴിക്കണം. എൻ്റെ അമ്മ എപ്പോഴും കോക്കനട്ട് ഓയിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും അത് ഫോളോ ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് പട്ടയും കുരുമുളകും ഏലക്കയും ഗ്രാമ്പും കൂടിയിട്ട് ഈ ഓയിലേക്ക് ഇടാം. നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ച ഓണിയൻ ഈ സ്റ്റൗവിലുള്ള കുക്കറിലേക്ക് ഇടാം. ഓക്കെ, നമ്മളപ്പോൾ ഓണിയൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ ചില്ലി ഇതിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഗ്രീൻ ചില്ലിയും ഇട്ട് കഴിഞ്ഞ് ലൈറ്റ് പിങ്ക് കളർ വരുന്നവരെ നമുക്കിത് മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓണിയനും ഗ്രീൻ ചില്ലി നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാരറ്റ് ബീൻസും പിന്നെ ഗ്രീൻ പീസുമാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. നെക്സ്റ്റ് നല്ലോണം മിക്സ് ചെയ്യാം. സോറി ഗായ്സ്, ഞാൻ 2 ഇൻഗ്രീഡിയൻസ് വിട്ടുപോയി. അപ്പോൾ ഇതിന് ആവശ്യമുള്ള പുലാവിന് ആവശ്യമുള്ള റൈസും പിന്നെ സോൾട്ടും ആണ്. അപ്പോൾ സോൾട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ പുലാവിന് ആവശ്യമുള്ള 2 ഗ്ലാസ് ആണ് അരി ഇടുന്നത്. അപ്പോൾ നമ്മൾ അതിനാവശ്യമുള്ള 1.5 സ്പൂൺ സോൾട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ വന്നിട്ട് 2 ഗ്ലാസ് അരിയാണ് ഗൈസ് ഞാൻ കഴുകി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അരി വന്നിട്ട് ഈ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ മിക്സുമായി അരി നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ 2 ഗ്ലാസ് അരി എടുത്ത കാര്യം നമുക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമ്മുടെ അത് തേങ്ങാപ്പാലുള്ള കാര്യം 3 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് തേങ്ങാപ്പാലും ഒഴിക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പുലാവിന്. നമ്മൾ വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. തേങ്ങാപ്പാലും ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യണം. ഇനി കുക്കർ മൂടി വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് റെഡിയാൻ വയ്ക്കാം. നമുക്ക് ഗാർലിഷ് റെഡിയാക്കാം. അതിനായി ഒരു പാൻ ഇട്ട് വന്നിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. നെക്സ്റ്റ് 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ചെറുതായി സ്ലൈസ് വെച്ച ഓണിയൻ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ബ്രൗൺ കളർ വരുന്നവരെ മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഗാർലിഷിനുള്ള ഓണിയൻ റെഡി ആയി കഴിഞ്ഞു. അതേപോലെ തന്നെ കുക്കറിൽ 2 വിസിൽ വന്ന് 5 മിനിറ്റ്സ് പ്രസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കാം. ഓക്കെ, 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. വാ, നല്ല സ്മെല്ല്. ഇനി നമ്മൾ ഗാർണിഷിനായി തയ്യാറാക്കിയ മല്ലിത്തല ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഓണിയൻ. നമ്മൾ ഈ 2 ആഡ് ചെയ്ത് കഴിഞ്ഞു. വാവ്, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ പുലാവ് റെഡി.